പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ നമ്മളെത്തി അല്ലെ? ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിപ്ലവകാരികളെ കുറിച്ച്. വിപ്ലവ പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ച് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ചില നേതാക്കന്മാരെ കുറിച്ച് ആരംഭിച്ചാലോ? അരവിന്ദ് ഘോഷ് ആശയപ്രചരണത്തിലൂടെയും നേതൃപാടവത്തിലൂടെയും ഇന്ത്യയിലെ വിപ്ലവകാരികൾക്കിടയിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ്. അരവിന്ദ് ഘോഷ് ജനിച്ചത് ഓഗസ്റ്റ് 15 1872. സാധാരണഗതിയിൽ ഇന്ത്യയിലെ ദേശീയ നേതാക്കളെ കുറിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അരവിന്ദ് ഘോഷിന്റെ ജന്മദിനം PSC ചോദിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15 തീയതി ജനിച്ച ദേശീയ വിപ്ലവകാരി ആരാണ്? അരവിന്ദ് ഘോഷാണ്. ബംഗാളിലെ ഹുഗ്ലി ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുക. അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേരാണ് ഇന്ത്യൻ മജ്ലിസ്. എന്താണ് ഇന്ത്യൻ മജ്ലിസ് എന്ന് പറയുമ്പോൾ? ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയായിരുന്നു ഇന്ത്യൻ മജ്ലിസ്. PSC ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ മജ്ലിസ് എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ഇദ്ദേഹം വിപ്ലവാശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബംഗാൾ വിഭജനത്തിന് ശേഷം തുടക്കം കുറിച്ച വാരികയാണ് യുഗാന്തർ. യുഗാന്തർ എന്ന ബംഗാളി വാരികയ്ക്ക് തുടക്കം കുറിച്ചത് 1906 ഇതിനെ ബംഗാളിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ജിഹ്വ, അതായത് നാവ് എന്ന് വിളിക്കാറുണ്ട്. ബംഗാളിൽ രൂപം കൊണ്ട വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകിയതായിരുന്നു നമ്മുടെ അരവിന്ദ് ഘോഷിന്റെ വാരികയായ യുഗാന്തർ. അതുകൊണ്ടാണ് യുഗാന്തർ എന്ന മാസിക എന്തെന്ന് വിളിക്കുക? ബംഗാൾ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ജിഹ്വ അഥവാ നാവ് എന്ന് വിളിക്കുക. ഒന്നുകൂടെ കുറിച്ച് ചെയ്താലോ? അരവിന്ദ് ഘോഷ് ജനിച്ചത് 1872 ഓഗസ്റ്റ് 15. ബംഗാളിലെ ഹുഗ്ലി ജില്ലയിലാണ് ജനിച്ചത്. രൂപീകരിച്ച സംഘടനയുടെ പേര് ഇന്ത്യൻ മജ്ലിസ്. എന്തായിരുന്നു ഇന്ത്യൻ മജ്ലിസ് എന്ന സംഘടനയുടെ ലക്ഷ്യം? ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഉന്നമനത്തിന്. അരവിന്ദ് ഘോഷ് തുടക്കം കുറിച്ച ബംഗാളി വാരികയാണ് യുഗാന്തർ. യുഗാന്തർ എന്ന ബംഗാളി വാരിക ആരംഭിച്ചത് 1906. ഈ യുഗാന്തർ എന്ന പ്രസിദ്ധീകരണത്തെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ബംഗാൾ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ജിഹ്വ എന്ന് വിളിക്കുന്നു. ഇദ്ദേഹം തുടക്കം കുറിച്ച ഇംഗ്ലീഷ് പത്രമാണ് വന്ദേ മാതരം. വന്ദേ മാതരം എന്ന് പറയുന്നത് നമുക്കറിയാം, ബംഗാൾ വിഭജന കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു അല്ലെ വന്ദേ മാതരം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വദേശി പ്രസ്ഥാനം വന്ദേ മാതരം പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. സ്വദേശ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ഒത്തിരി പേര് വന്ദേ മാതരം എന്ന പേരിൽ ടൈറ്റിലില്ല ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അക്കാലഘട്ടത്ത് അരവിന്ദ് ഘോഷ് തുടക്കം കുറിച്ച ഇംഗ്ലീഷ് പത്രമായിരുന്നു വന്ദേ മാതരം എന്ന് പറയുന്നത്. വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് 1906. ഇദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് വാരികയാണ് കർമ്മയോഗി. അരവിന്ദ് ഘോഷ് തുടക്കം കുറിച്ച ഇംഗ്ലീഷ് പത്രം വന്ദേ മാതരം 1906, ഇംഗ്ലീഷ് വാരിക എന്ന് പറയുന്നത് കർമ്മയോഗി. ഇദ്ദേഹം ആരംഭിച്ച മറ്റൊരു ബംഗാളി വാരികയായിരുന്നു ധർമ്മം. ഓക്കെ, ഇംഗ്ലീഷ് പത്രം വന്ദേ മാതരം 1906, ഇംഗ്ലീഷ് വാരിക കർമ്മയോഗി, ബംഗാളി വാരിക ധർമ്മം. ആദ്യം നമ്മളൊരു ബംഗാളി വാരിക പറഞ്ഞു അല്ലെ അല്ലെ എന്താ പറഞ്ഞേ? യുഗാന്തർ. ഇത് കൂടാതെ മറ്റൊരു ബംഗാളി വാരികയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ലേഖനമായിരുന്നു ഡോക്ട്രിൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസ്, സഹന സമരം. ഡോക്ട്രിൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസ് അഥവാ സഹന സമരം. അരവിന്ദ് ഘോഷ് തുടക്കം കുറിച്ച രഹസ്യ വിപ്ലവ സംഘടനയാണ് ലോട്ടസ് ആൻഡ് ഡാഗർ, താമരയും കടാരയും. അരവിന്ദ് ഘോഷ് തുടക്കം കുറിച്ച രഹസ്യ വിപ്ലവ സംഘടനയാണ് ലോട്ടസ് ആൻഡ് ഡാഗർ, താമരയും കടാരയും. ഇതിന്റെ ലക്ഷ്യം തന്നെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ ആക്രമിക്കുക, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്തുക. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയോ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളെയോ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ അതുകൊണ്ട് പേടിക്കും, ബ്രിട്ടന് ഭീതി ഉണ്ടാകും, അതിന്റെ പേരിൽ സ്വാതന്ത്ര്യം ലഭിക്കും എന്ന വിശ്വാസമായിരുന്നു അരവിന്ദ് ഘോഷ് ഉണ്ടായിരുന്നത്. അരവിന്ദ് ഘോഷ് തുടക്കം കുറിച്ച രഹസ്യ വിപ്ലവ സംഘടനയാണ് ലോട്ടസ് ആൻഡ് ഡാഗർ, അതായത് താമരയും കടാരയും. ഈ സംഘടനയില് ബംഗാളിലെ ഒട്ടനവധി യുവജനങ്ങള് പങ്കെടുത്തു. ചിലര് രഹസ്യമായി പ്രവർത്തിച്ചു, ചിലര് പരസ്യമായിട്ട്. ഈ സംഘടനയിലൂടെ
സായുധ പരിശീലനം നൽകി. ഇതിലെ അംഗങ്ങളായ യുവാക്കൾക്ക് സായുധ പരിശീലനം നൽകി. ആ സായുധ പരിശീലനം നേടിയ ബംഗാളിലെ യുവജനങ്ങള് ബ്രിട്ടീഷ് സ്ഥാപനങ്ങളെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുവാൻ തയ്യാറെടുത്തു. 1902 പ്രമാദനാഥ് മിത്ര സ്ഥാപിച്ച വിപ്ലവ സംഘടനയായ അനുശീലൻ സമിതിയിലെ സജീവ അംഗമാണ് അരവിന്ദ് ഘോഷ്. അനുശീലൻ സമിതിയിൽ അംഗമായതാണ് അരവിന്ദ് ഘോഷിനെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത്. 1908 ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ ജയിലിലായി. ആലിപ്പൂർ ഗൂഢാലോചന എന്തായിരുന്നു? എന്താണ് ആലിപ്പൂർ ഗൂഢാലോചന? നിങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട് അല്ലെ? നമ്മൾ പറഞ്ഞു താമരയും കടാരയും ലോട്ടസ് ആൻഡ് ഡാഗർ എന്ന രഹസ്യ വിപ്ലവ സംഘടന ആരംഭിക്കുകയും അതിലൂടെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുവാൻ അതിൽ അംഗങ്ങളായ യുവജനങ്ങൾക്ക് സായുധ പരിശീലനം നൽകി അല്ലെ? അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ താമരയും കടാരയും എന്ന സംഘടനയിലെ അംഗമായ ഖുദ്രാം ബോസ്, പ്രഫുല്ല ചാക്കി എന്നിവർ ചേർന്ന് എന്ത് ചെയ്തു? മുസഫർപൂരിലെ പ്രസിഡൻസി മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ചു. അതില് പോലീസ് പിടിയിലാകുമെന്നായപ്പോ പ്രഫുല്ല ചാക്കി സ്വയം വെടിവെച്ച് മരിച്ചു. ഖുദ്രാം ബോസിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും 1908 അദ്ദേഹത്തെ ഖുദ്രാം ബോസിനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര കാലഘട്ടത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദ്രാം ബോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഖുദ്രാം ബോസും പ്രഫുല്ല ചാക്കിയും ആരെ വധിക്കാൻ ശ്രമിച്ചു? മുസഫർപൂരിലെ പ്രസിഡൻസി മജിസ്ട്രേറ്റായ ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ചു. അതില് പ്രഫുല്ല ചാക്കി പോലീസ് പിടിയിലാകുമെന്ന് പേടിച്ച് സ്വയം വെടിയേറ്റ് മരിച്ചു. ഖുദ്രാം ബോസ് നമ്മുടെ പോലീസ് പിടിയിലായി. ഒടുവിൽ അദ്ദേഹത്തെ 19ാമത്തെ വയസ്സില് 1908 തൂക്കിക്കൊല്ലുകയാണ്. ഈ രണ്ടുപേരും അരവിന്ദ് ഘോഷ് തുടക്കം കുറിച്ച ലോട്ടസ് ആൻഡ് ഡാഗർ എന്ന വിപ്ലവ സംഘടനയിലെ രഹസ്യ വിപ്ലവ സംഘടനയിലെ അംഗങ്ങളാണെന്ന് പോലീസ് കണ്ടെത്തി. അതുകൊണ്ട് ആ സംഘടനയുടെ സ്ഥാപകനായ അരവിന്ദ് ഘോഷിനെ എന്ത് ചെയ്തു? ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റ് ചെയ്യില്ലാക്കി. ആലിപ്പൂർ ഗൂഢാലോചന കേസില് അരവിന്ദ് ഘോഷിന് വേണ്ടി വാദിച്ച അഭിഭാഷകനായിരുന്നു CR ദാസ്. CR ദാസിന്റെ വാക്ചാതുര്യം കൊണ്ട്, അഭിഭാഷക ചാതുര്യം കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ തെളിവില്ല എന്നതുകൊണ്ട് ഇദ്ദേഹത്തെ ജയിൽ മോചിതനാക്കി മാറ്റി. ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുകയാണ് കേട്ടോ 1909. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അരവിന്ദ് ഘോഷ്. ജനനം 1872 ഓഗസ്റ്റ് 15. ജന്മസ്ഥലം എന്ന് പറയുന്നത് ബംഗാളിലെ ഹുഗ്ലി ജില്ലയാണ്. ഇദ്ദേഹം തുടക്കം കുറിച്ച സംഘടനയാണ് ഇന്ത്യൻ മജ്ലിസ് എന്തിനു വേണ്ടി? ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഉന്നമനത്തിന് വേണ്ടി. ഇദ്ദേഹം തുടക്കം കുറിച്ച ഒരു വിപ്ലവ വാരികയാണ്, ബംഗാളി വാരികയാണ് യുഗാന്തർ. യുഗാന്തർ ആരംഭിച്ചത് 1906. വിശേഷണം ബംഗാൾ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ജിഹ്വ. ഇദ്ദേഹം തുടക്കം കുറിച്ച് ഇംഗ്ലീഷ് പത്രമാണ് വന്ദേ മാതരം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ 1906. ഇംഗ്ലീഷ് വാരിക ആരംഭിച്ചു കർമ്മയോഗി. സ്ഥിരം PSC ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. തുടക്കം കുറിച്ച മറ്റൊരു ബംഗാളി വാരികയായിരുന്നു ധർമ്മം. ഇദ്ദേഹം വിപ്ലവാശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പുറത്തിറക്കിയ ലേഖനമായിരുന്നു ഡോക്ട്രിൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസ് അഥവാ സഹന സമരം. ഇദ്ദേഹത്തിനെ കുറിച്ച രഹസ്യ വിപ്ലവ സംഘടനയാണ് ലോട്ടസ് ആൻഡ് ഡാഗർ, താമരയും കടാരയും. 1902 പ്രമാദനാഥ മിത്ര തുടക്കം കുറിച്ച വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതിയിലെ സജീവ അംഗമായിരുന്നു. അനുശീലൻ സമിതിയിൽ അംഗമായതോടുകൂടിയാണ് ഇദ്ദേഹം വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് കടക്കുക. 1908 ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ ജയിലായി. എന്തായിരുന്നു ആലിപ്പൂർ ഗൂഢാലോചന? മുസാഫർപൂരിലെ പ്രസിഡൻസി മജിസ്ട്രേറ്റ് ആയിരുന്ന ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ വധിക്കുവാനുള്ള ശ്രമം. ആരൊക്കെയാണ് പ്രതികളായി നിശ്ചയിച്ചത്? ഖുദ്രാം ബോസിനെയും പ്രഫുല്ല ചാക്കിയും. ഖുദ്രാം ബോസും പ്രഫുല്ല ചാക്കിയും ഏത് സംഘടനയിൽ അംഗങ്ങളായിരുന്നു? ലോട്ടസ് ആൻഡ് ഡാഗർ എന്ന വിപ്ലവ സംഘടനയിൽ അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിന്റെ സ്ഥാപകനായ അരവിന്ദ് ഘോഷിനെ കുറ്റക്കാരനായി വിധിച്ചു. കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ അരവിന്ദ് ഘോഷിന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ആരാണ്? CR ദാസ്. ഒടുവിൽ 1909 അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി മാറ്റി കേട്ടോ. തുടർന്ന് 1910 രാഷ്ട്രീയം വിട്ട് അദ്ദേഹം പുതുച്ചേരിയിലെത്തി. പുതുച്ചേരിയിൽ ഒരു ആശ്രമം ആരംഭിച്ച് സന്യാസിയായിട്ട് സേവനം ചെയ്യാൻ. അതുകൊണ്ട് ഇദ്ദേഹത്തെ പുതുച്ചേരിയിലെ സന്യാസി എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ് സന്യാസി എന്ന് വിളിച്ചേ? യോഗ ജീവിതം നയിച്ച് അരവിന്ദ് ആശ്രമം സ്ഥാപിച്ചു. എവിടെയാണ് സ്ഥാപിച്ചത്? പുതുച്ചേരിയിൽ. ആ ആശ്രമത്തിലെ സന്യാസി എന്ന അർത്ഥത്തിൽ പുതുച്ചേരിയിലെ സന്യാസി എന്ന് വിളിച്ചു. ഈ ആശ്രമത്തില് നമ്മുടെ അരവിന്ദ് ഘോഷിന്റെ പിൻഗാമിയായി വരുന്നത് മീര റിച്ചാർഡ് ആയിരുന്നു.
അതുകൊണ്ട് അരവിന്ദാശ്രമത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് മീര റിച്ചാർഡുമാണ്. അപ്പോ ഓർമ്മിക്കുക, ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ കുറ്റാരോപിതനായി ഇദ്ദേഹം ജയിലിലായി. അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത് CR ദാസ് ആയിരുന്നു. 1909 അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കോടതി പ്രഖ്യാപിച്ചു. തുടർന്ന് 1910 രാഷ്ട്രീയം വിടുകയും പുതുച്ചേരിയിലെത്തി ഒരു ആശ്രമം ആരംഭിക്കുകയും ചെയ്തു. യോഗ ആശയം പ്രചരിപ്പിക്കുന്ന, യോഗ പരിശീലിപ്പിക്കുന്ന അരവിന്ദാശ്രമം സ്ഥാപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പുതുച്ചേരിയിലെ സന്യാസി എന്നാണ്. ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി നിയമിക്കപ്പെട്ടത് മീര റിച്ചാർഡ് ആയിരുന്നു. അതുകൊണ്ട് പുതുച്ചേരിയിലെ അരവിന്ദാശ്രമത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത് മീര റിച്ചാർഡുമാണ്. ഓക്കെ അല്ലേ? ബിപിൻ ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ് ഘോഷ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് പത്രം വന്ദേ മാതരം ആരംഭിച്ചിട്ട് അത് വേറെ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ. ഇത് ബിപിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ് ഘോഷാണ്. അരവിന്ദ് ഘോഷ് രചിച്ച ഇംഗ്ലീഷ് മഹാകാവ്യമാണ് സാവിത്രി. PSC ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അരവിന്ദ് ഘോഷ് എഴുതിയ ഇംഗ്ലീഷ് മഹാകാവ്യമാണ് സാവിത്രി. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും നീണ്ട പ്രാസരഹിത കാവ്യമാണ്. പ്രാസം ഇല്ലാത്ത ഏറ്റവും ദൈർഘ്യമേറിയ കാവ്യമാണ് ഈ സാവിത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ മഹാകാവ്യമാണ് സാവിത്രി. ഇത് ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും നീണ്ട പ്രാസരഹിത കാവ്യമാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രബോധനമായിരുന്നു രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ് എന്നത്. ഇതായിരുന്നു ബംഗാളിലെ യുവജനങ്ങളെ ലോട്ടസ് ആൻഡ് ഡാഗർ എന്ന വിപ്ലവ സംഘടനയിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കിയത്. അരവിന്ദ് ഘോഷിന്റെ പ്രബോധനം എന്തായിരുന്നു? രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ്. ഒന്നുകൂടെ നമുക്ക് വിഷയം ചെയ്താലോ? 1910 ഇദ്ദേഹം രാഷ്ട്രീയം വിട്ട് പുതുശ്ശേരിയിലെത്തി. യോഗ പരിശീലിപ്പിക്കുന്ന അരവിന്ദാശ്രമം സ്ഥാപിച്ചു. അതുകൊണ്ട് ഇദ്ദേഹത്തെ പുതുശ്ശേരിയിലെ സന്യാസി എന്ന് വിളിക്കുന്നു. അരവിന്ദാശ്രമത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത് മീര റിച്ചാർഡ്. ബിപിൻ ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ് ഘോഷാണ്. അരവിന്ദ് ഘോഷ് രചിച്ച ഇംഗ്ലീഷ് മഹാകാവ്യമാണ് സാവിത്രി. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും നീണ്ട പ്രാസരഹിത കാവ്യമായിരുന്നു. പ്രബോധനം രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ് എന്നതാണ്. മറക്കില്ലാലോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത് പറയുന്നു ആനി ബെസന്റിനെ കുറിച്ച്. ആനി ബെസന്റ് ജനനം 1847 ഒക്ടോബർ 1 എവിടെ? അയർലൻഡിൽ. അല്ലെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് വരാം അല്ലെ? അരവിന്ദ് ഘോഷ് ഒന്ന് പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്ത് സെറ്റ് ആക്കി. അരവിന്ദ് ഘോഷ് പൂർണ്ണമായിട്ട് നമ്മളൊന്ന് റിവിഷൻ ചെയ്തു. ജനനം 1872 ഓഗസ്റ്റ് 15. ജന്മസ്ഥലം എന്ന് പറയുന്നത് ബംഗാളിലെ ഹുഗ്ലി ജില്ലയിൽ. തുടക്കം കുറിച്ച സംഘടനയുടെ പേര് ഇന്ത്യൻ മജ്ലിസ്. ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഉന്നമനത്തിന് തുടക്കം കുറിച്ച ബംഗാളി വാരിക യുഗാന്തർ. യുഗാന്തർ ആരംഭിച്ചത് 1906. വിശേഷണം ബംഗാൾ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ജുഹ്വാദായത് നാമം. തുടക്കം കുറിച്ച ഇംഗ്ലീഷ് പത്രമാണ് വന്ദേ മാതരം. വന്ദേ മാതരം ആരംഭിച്ചത് 1906. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് വാരിക കർമ്മയോഗി. ബംഗാളി വാരിക ധർമ്മം. ഇദ്ദേഹം എഴുതിയ ലേഖനം ഡോക്ട്രിൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്നത് സഹന സമരം. തുടക്കം കുറിച്ച രഹസ്യ വിപ്ലവ സംഘടനയാണ് ലോട്ടസ് ആൻഡ് ഡാഗർ, അതായത് താമരയും കടാരയും. 1902 പ്രമാദനാഥ് മിത്ര സ്ഥാപിച്ച വിപ്ലവ സംഘടനയായ അനുശീലൻ സമിതിയിലെ സജീവാംഗമായി. 1908 ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ ജയിലിലായി. മുസാഫർപൂരിലെ പ്രസിഡൻസി മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ വധിക്കുവാനുള്ള ശ്രമത്തിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഖുദ്രാം ബോസിനെയും പ്രഫുല്ല ചാക്കി പോലീസ് പിടിയിലാകുന്നപ്പോൾ സ്വയം വെടിയേറ്റ് മരിച്ചു. ഖുദ്രാം ബോസിനെ അറസ്റ്റ് ചെയ്യുകയും 19ാമത്തെ വയസ്സിൽ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദ്രാം ബോസ് ആണ്. അരവിന്ദ് ഘോഷിന് വേണ്ടി വാദിച്ചത് CR ദാസ് ആണ്. ഒടുവിൽ അദ്ദേഹത്തെ 1909 കുറ്റവിമുക്തനാക്കി. 1910 രാഷ്ട്രീയം വിട്ട് പുതുശ്ശേരിയിലെത്തി യോഗ പരിശീലിപ്പിക്കുന്ന അരവിന്ദാശ്രമം സ്ഥാപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ പുതുശ്ശേരിയിലെ സന്യാസി എന്നാണ് വിളിക്കുക. അരവിന്ദാശ്രമത്തില് അരവിന്ദ് ഘോഷിന്റെ പിൻഗാമിയെ നിയമിക്കപ്പെട്ടത് മീര റിച്ചാർഡ് ആയിരുന്നു. അതുകൊണ്ട് അരവിന്ദാശ്രമത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് മീര റിച്ചാർഡ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ് ഘോഷാണ്. അരവിന്ദ് ഘോഷിന്റെ ഇംഗ്ലീഷ് മഹാകാവ്യമാണ് സാവിത്രി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും നീണ്ട പ്രാസരഹിത കാവ്യമാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രബോധനമാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ് എന്നത്. അടുത്ത നമ്മൾ പഠിക്കുന്നു ആനി ബെസന്റിനെ കുറിച്ച്. ആനി ബെസന്റ് ജനിച്ചത് 1847 ഒക്ടോബർ 1 എവിടെ? അയർലൻഡിൽ. പ്രബോധനം
സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ്. ആനി ബെസന്റിന്റെ പ്രശസ്തമായ ഒരു ഡയലോഗാണ്, സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത്, അഥവാ ഇന്ത്യയുടെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബെസന്റ് ആണ്. 70 വയസ്സുകളിലും അവര് സജീവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നത് കൊണ്ടാണ് കേട്ടോ. ബ്രഹ്മവിദ്യാ സംഘം അഥവാ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകയായിട്ടാണ് ആനി ബെസന്റ് ഇന്ത്യയിൽ എത്തിച്ചേരുക. ബ്രഹ്മവിദ്യാ സംഘം അഥവാ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകയാണ്. എന്നാൽ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അവരെ പങ്കെടുക്കുന്നു. 1897 ബനാറസ് ഹിന്ദു സെൻട്രൽ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ അധ്യയനം ആരംഭിച്ചത് 1898 കേട്ടോ. 1897 സ്കൂൾ തുടക്കം കുറിച്ചതെങ്കിലും സ്കൂളിൽ അധ്യയനം ആരംഭിച്ചത് 1898. ചില അവസരങ്ങളിൽ 98 കാണാറുണ്ട്. തുടർന്ന് 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചു. അത് പ്രാധാന്യമുണ്ട്. മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് ആര്? ആനി ബെസന്റ്. ഏത് വർഷം? 1904. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകയായി ഇന്ത്യയിലെത്തി. തുടർന്ന് 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഫൗണ്ടർ നിങ്ങൾക്കറിയാം ആരാണ്? കേണൽ ഓൾക്കോട്ട്. അദ്ദേഹത്തിന്റെ മരണശേഷം 1907 ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി. 1914 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ INC-യിൽ അംഗമായി. ഓക്കെ, അപ്പോ 1897 ബനാറസ് ഹിന്ദു സെൻട്രൽ സ്കൂൾ സ്ഥാപിച്ചു. ഈ ബനാറസിലെ ഹിന്ദു സെൻട്രൽ സ്കൂളാണ് പിന്നീട് 1916 മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ എന്താക്കി മാറ്റുക? ബനാറസ് ഹിന്ദു സർവകലാശാലയാക്കി മാറ്റുക. അത് മനസ്സിലുണ്ടാവും കേട്ടോ. 1897 സ്കൂൾ ആരംഭിച്ചു. പക്ഷേ സ്കൂളിൽ അധ്യയനം ആരംഭിച്ചതെന്നാണ് 1898. അത് വീണ്ടും ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ചിലപ്പോൾ 1897 PSC ഓപ്ഷനിൽ തരും, അല്ലെങ്കിൽ 1898 തരും. ബനാറസ് ഹിന്ദു സെൻട്രൽ സ്കൂൾ ആരംഭിച്ചത് ആര്? ആനി ബെസന്റ്. ഓക്കെ, 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചു. മദ്രാസ് ആസ്ഥാനമാക്കിക്കൊണ്ട് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് ആനി ബെസന്റ് ആണ്. 1907 ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് മാറി. 1914 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചു. കാരണം ആ സമയത്ത് മിതവാദികളും തീവ്രവാദികളും രണ്ടായിരുന്നല്ലോ. 1916 സെപ്റ്റംബറിൽ മദ്രാസിലെ അടയാർ കേന്ദ്രമാക്കി ദക്ഷിണേന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. നമ്മൾ ആൾറെഡി പഠിച്ചിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം. സാമൂഹിക പരിഷ്കരണ സംഘടനകൾ പഠിച്ചപ്പോൾ ഹോം റൂൾ എന്ന ആശയം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ആനി ബെസന്റ് തന്നെയാണ് അല്ലെ. മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമാക്കി വടക്കേ ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാന് മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമാക്കി 1916 ഏപ്രിൽ മാസം ഹോം റൂൾ സൊസൈറ്റി അല്ലെങ്കിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു? ബാലഗംഗാധര തിലകനായിരുന്നു അല്ലെ. ഇവിടെ 1916 സെപ്റ്റംബറിൽ മദ്രാസിലെ അടയാർ കേന്ദ്രമാക്കി ദക്ഷിണേന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബെസന്റ് ആണ്. തുടർന്ന് ആ വർഷം തന്നെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലക്നൌവിൽ വെച്ച് നടന്നു. ലക്നൌവിൽ വെച്ച് നടന്ന വാർഷിക സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഏകീകരിക്കപ്പെട്ടു. ഏകീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് ആരായിരുന്നു? ആനി ബെസന്റ് ആയിരുന്നുവെന്ന്. ശരിയാണ്. അങ്ങനെ ആനി ബെസന്റ് തുടർന്ന് 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കൽക്കട്ട സമ്മേളനത്തിൽ. ആനി ബെസന്റ് തുടക്കം കുറിച്ച വനിതാ വിമോചക പ്രസ്ഥാനമാണ് ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ, ആസ്ഥാനം അടയാർ. ആനി ബെസന്റ് തുടക്കം കുറിച്ച വനിതാ വിമോചക പ്രസ്ഥാനമാണ് ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ആസ്ഥാനം എവിടെയാണ്? അടയാർ. പ്രസിദ്ധീകരണങ്ങൾ ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവ. ആനി ബെസന്റിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവ. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത സ്ലൈഡ്. 1916 സെപ്റ്റംബറിൽ മദ്രാസിലെ അടയാർ കേന്ദ്രമാക്കി ദക്ഷിണേന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ കൽക്കട്ട സമ്മേളനത്തിൽ. തുടക്കം കുറിച്ച വനിതാ വിമോചക പ്രസ്ഥാനമാണ് ഇന്ത്യൻ വിമൻ അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ ആസ്ഥാനം അടയാറാണ്. ആനി ബെസന്റിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവ. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ ആനി ബെസന്റിനെ കുറിച്ച്? ആനി ബെസന്റ് ജനിച്ചത് 1847 ഒക്ടോബർ 1 അയർലൻഡിലാണ്. ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കില്ല, പക്ഷേ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ആനി ബെസന്റ് സജീവമായിരുന്നപ്പോൾ അവരുടെ വയസ്സ് 70കളിലാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ.
സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചു. 70കളിലാണ് അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ആനി ബെസന്റിനെ എന്തെന്ന് വിളിക്കുക? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്യമയൂതിക എന്ന് വിളിക്കുക. ബ്രഹ്മവിദ്യാ സംഗമം അഥവാ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകയായിട്ടാണ് ആനി ബെസന്റ് ഇന്ത്യയിലെത്തുക. അത് നമ്മൾ ആൾറെഡി സാമൂഹ്യ പരിഷ്കരണം പഠിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സാമൂഹിക പരിഷ്കരണ രംഗത്ത് ആനി ബെസന്റ് നൽകിയ സംഭാവനകൾ ആൾറെഡി പഠിച്ചു. ഇവിടെ ദേശീയ പ്രസ്ഥാനത്തിൽ നൽകിയ സംഭാവനയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ. 1897 ബനാറസ് ഹിന്ദു സെൻട്രൽ സ്കൂൾ ആരംഭിച്ചു. അവിടെ അധ്യയനം ആരംഭിച്ചത് 1898. 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചു. 1907 ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി. 1914 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. 1916 സെപ്റ്റംബർ മാസം മദ്രാസിലെ അടയാർ കേന്ദ്രമാക്കി ദക്ഷിണേന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഹോം റൂൾ എന്ന ആശയം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആര് തന്നെ? ആനി ബെസന്റ് തന്നെ. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കൽക്കട്ട സമ്മേളനത്തിൽ. ആനി ബെസന്റ് തുടക്കം കുറിച്ച വനിതാ വിമോചക പ്രസ്ഥാനമാണ് ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ ആസ്ഥാനം മദ്രാസിനടുത്ത അടയാർ. പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്. ഓക്കെ അല്ലേ? അപ്പോ ദേശീയ വിപ്ലവകാരികൾ എന്ന കാറ്റഗറിയില നമ്മളിന്ന് രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് അരവിന്ദ് ഘോഷും, രണ്ട് ആനി ബെസന്റ്. പൂർണ്ണമായി ഒന്നുകൂടെ റിവിഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അരവിന്ദ് ഘോഷ് ജനിച്ചത് 1872 ഓഗസ്റ്റ് 15. ജന്മസ്ഥലം ബംഗാളിലെ ഹൂഗ്ലി ജില്ല. തുടക്കം കുറിച്ച സംഘടന ഇന്ത്യൻ മജ്ലിസ്, ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഉന്നമനത്തിന് വേണ്ടി. തുടക്കം കുറിച്ച ബംഗാളി വാരികയാണ് യുഗാന്തർ. യുഗാന്തർ എന്ന വാരിക ആരംഭിച്ചത് 1906. ഈ യുഗാന്തർ എന്ന വാരികയെ ബംഗാൾ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ജിഹ്വ, അതായത് നാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതേ തുടക്കം കുറിച്ച ഇംഗ്ലീഷ് പത്രമാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായ വന്ദേ മാതരം എന്ന പേരിൽ 1906. തുടക്കം കുറിച്ച ഇംഗ്ലീഷ് വാരിക കർമ്മയോഗി. തുടക്കം കുറിച്ച മറ്റൊരു ബംഗാളി വാരിക ധർമ്മം. എഴുതിയ ലേഖനമാണ് ഡോക്ട്രിൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസ് അഥവാ സഹന സമരം. തുടക്കം കുറിച്ച രഹസ്യ വിപ്ലവ സംഘടനയാണ്, രഹസ്യ സായുധ വിപ്ലവ സംഘടന എന്ന് പറഞ്ഞാലും തെറ്റില്ല, ലോട്ടസ് ആൻഡ് ഡാഗർ. രഹസ്യമായി സായുധ പരിശീലനം നൽകി ബ്രിട്ടീഷരെ ആക്രമിക്കാൻ യുവജനങ്ങളെ പ്രേരിപ്പിച്ചു. ലോട്ടസ് ആൻഡ് ഡാഗർ മലയാളവൽക്കരിച്ചു കഴിഞ്ഞാൽ താമരയും കടാരയും. പീസ് അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. താമരയും കടാരയും എന്ന സംഘടന ആരംഭിച്ചത് അഥവാ ലോട്ടസ് ആൻഡ് ഡാഗർ. ആരാണ്? അരവിന്ദ് ഘോഷ്. 1902 പ്രമാദനാഥ് മിത്ര സ്ഥാപിച്ച വിപ്ലവ സംഘടനയായ അനുശീലന സമിതിയിൽ അംഗമായിരുന്നു അരവിന്ദ് ഘോഷ്. അതായിരുന്നു വിപ്ലവ പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. 1908 ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ ജയിലിലായി. എന്താണ് ആലിപ്പൂർ ഗൂഢാലോചന കേസ്? മുസാഫർപൂരിലെ പ്രസിഡൻസി മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ വധിക്കുവാനുള്ള ശ്രമം. പ്രതികളാരൊക്കെയ? ഖുദിറാം ബോസും പ്രഫുല്ല ചാക്കി. അരവിന്ദ് ഘോഷിന് വേണ്ടി വാദിച്ചത് CR ദാസാണ്. ഒടുവിൽ 1909 അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി മാറ്റി. തുടർന്ന് 1910 രാഷ്ട്രീയം വിട്ട് പുതുശ്ശേരിയിലെത്തി ആശ്രമം സ്ഥാപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ പുതുശ്ശേരിയിലെ സന്യാസി എന്ന് വിളിച്ചു. യോഗ ജീവിതം നയിച്ച് അരവിന്ദ് ആശ്രമം സ്ഥാപിച്ചു, യോഗ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി. പിൻഗാമിയെ നിയമിച്ചത് മീര റിച്ചാർഡിനെ. അതുകൊണ്ട് അരവിന്ദ് ആശ്രമത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് മീര റിച്ചാർഡ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു? നമ്മുടെ അരവിന്ദ് ഘോഷ് തന്നെയാണ്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നു ഇദ്ദേഹത്തിന്റെ അരവിന്ദ് ഘോഷിന്റെ ഇംഗ്ലീഷ് മഹാകാവ്യമാണ് സാവിത്രി. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും ദൈർഘ്യമേറിയ, ഏറ്റവും നീണ്ട, ഏറ്റവും വലിയ പ്രാസരഹിത കാവ്യമാണ് സാവിത്രി എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ ആണേ? ദെൻ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രബോധനമാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ്. ആനി ബെസന്റിനെ കുറിച്ച് ജനിച്ചത് 1847 ഒക്ടോബർ 1 അയർലൻഡിൽ. പ്രബോധനം: സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ്. വിശേഷണം: ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്യമയൂതിക എന്നറിയപ്പെടുന്നു. ബ്രഹ്മവിദ്യാ സംഗമം അഥവാ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകയായി ഇന്ത്യയിലെത്തി. 1897 ബനാറസ് ഹിന്ദു സെൻട്രൽ സ്കൂൾ സ്ഥാപിച്ചു. 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചു. 1907 ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി മാറി. 1914 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി ചേരുക. 1916 സെപ്റ്റംബർ മാസം മദ്രാസിലെ അടയാർ കേന്ദ്രമാക്കി ദക്ഷിണേന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഹോം റൂൾ എന്ന ആശയത്തിന്റെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആനി ബെസന്റ് ആണ്. വടക്കേ ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. 1916 ഏപ്രിൽ മാസം തുടക്കം കുറിച്ചത്
ബാലഗംഗാധര തിലകനാണ് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കൽക്കട്ട സമ്മേളനത്തിൽ. 1916 ലക്നോ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളെയും തീവ്രവാദികളെയും ഏകീകരിക്കാൻ പരിശ്രമിച്ചതുമായി തന്നെ ആനി ബെസന്റ് തന്നെ നമ്മളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആനി ബെസന്റ് തുടക്കം കുറിച്ച വനിതാ വിമോചക പ്രസ്ഥാനമാണ് ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ ആസ്ഥാനമായ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരിക. മറ്റ് ദേശീയ വിപ്ലവകാരികളെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കാം.